ഹലോ മക്കളെ, CET 2025 എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുകയെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ റിസൾട്ട് വരണമെങ്കിൽ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആൻസർ കീയും കാര്യങ്ങളും വരണം അല്ലേ? അതേപോലെ തന്നെ അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. CET-യിലായാലും ശരി തന്നെ, ICAR-ലായാലും ശരി തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ എന്ത് ചെയ്യും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണലൈസ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ വാട്സപ്പ് നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഒരു ഹായ് എന്നോ ഹലോ എന്നോ ഒരു മെസ്സേജ് ഇട്ടാൽ തന്നെ ധാരാളം. നിങ്ങൾക്ക് എന്ത് ചെയ്യും? ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എന്ത് ചെയ്യും? അതിൽ അറിയിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് അതിൽ സ്മോൾ എമൗണ്ട് വരുന്നുണ്ട്. 399 റുപ്പീസാണ്. അപ്പോൾ ഈ എമൗണ്ട് പേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും അറിയിക്കുന്നത്. ഓൾസോ അത് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഡൗട്ട്സുകളും കാര്യങ്ങളും വരുമ്പോൾ, അഥവാ ഏതെങ്കിലും ഒരു പ്രോസസ്സ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡൗട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ രജിസ്ട്രേഷൻ, അതായത് നമ്മുടെ പേഴ്സണലൈസ് കൗൺസിലിനോട് നിങ്ങൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സാപ്പ് നമ്പർ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്, അതിലൊരു മെസ്സേജ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കിയുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ എന്ത് ചെയ്യും? ഒന്ന് ഷോർട്ടായിട്ട് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു തരാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം ഐഡിയാസ് കിട്ടുന്നത്. ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം, പക്ഷെ അതെന്ത് ചെയ്യും? വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ OMR ഷീറ്റ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ആൻസർ കീ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇപ്പോൾ വരും. ഓക്കെ, OMR ഷീറ്റ് ഓൾറെഡി വന്നിട്ടുണ്ടാവും. ആൻസർ കീ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വരണം. ആൻസർ കീ നിങ്ങൾക്ക് ഈ മന്ത് ലാസ്റ്റോട് കൂടി, അഥവാ 3rd വീക്കോട് കൂടി എന്ത് ചെയ്യും? നിങ്ങളുടെ ആൻസർ കീ വരും. ഓക്കെ, അപ്പോൾ ആ ആൻസർ കീ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആൻസേഴ്സ് എന്ത് ചെയ്യുക? വാല്യുവേറ്റ് ചെയ്യുക. അതിൻ്റെ മാർക്ക് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ആ മാർക്ക് നിങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ മതി. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എവിടെ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന കാര്യം എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ അതനുസരിച്ച് എന്തെന്നാൽ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഒരു പ്രഡിക്ഷൻ അല്ല നടക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതുവരെയുള്ള റിസൾട്ടുകളും കാര്യങ്ങളും, ഇതുവരെയുള്ള റാങ്കുകളും കാര്യങ്ങളും, സ്കോറുകളും കാര്യങ്ങളും എവിടെ പോകുമെന്ന കാര്യം നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഓക്കെ, എന്നാൽ നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ പോകുമെന്ന കാര്യം നമുക്ക് കറക്റ്റായിട്ട് അറിയാം. എവിടെയൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കറക്റ്റ് നമ്മൾ ഇതുവരെ നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങളുടെ അപ്പുറം എന്ത് ചെയ്തില്ല, പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നിന്നാൽ മതി. ഇനി കിട്ടാത്ത കുട്ടികളാണെങ്കിൽ നേരത്തെ തന്നെ എന്ത് ചെയ്യാം? നിങ്ങളുടെ അടുത്ത റിപ്പീറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പ്ലാൻ ചെയ്യാനും കഴിയും. അപ്പം അതാണ് നമ്മുടെ അവിടുത്തെ കാര്യം. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് എന്ത് ചെയ്യും? നമ്മുടെ ആൻസർ കീ വന്നതിന് ശേഷം 2 വീക്കിനുള്ളിൽ നമ്മുടെ റിസൾട്ടും കാര്യങ്ങളും വരും. ഓക്കെ, അപ്പോൾ അത് ജൂലൈ ഓൾമോസ്റ്റ് 2nd വീക്ക് ലാസ്റ്റ് അഥവാ 3rd വീക്കിനോട് കൂടി നിങ്ങളുടെ റിസൾട്ട് വരും. ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് എന്ത് ചെയ്യും? CUT-ൻ്റെ ഓരോ യൂണിവേഴ്സിറ്റിയിലോട്ടും രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ICAR-ലോട്ട് ഒരു കോമൺ രജിസ്ട്രേഷൻ എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യും. അതായത് ICAR-ലോട്ട് നിങ്ങളുടെ ഈ സ്കോറുകളും കാര്യങ്ങളും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ +2-ൻ്റെയും 10-ൻ്റെയും സ്കോറുകളും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുക. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നിങ്ങളവിടെ വരും. ഇത് ശ്രദ്ധിക്കേണ്ടത്, ഇത് നിങ്ങൾ ആ സമയത്ത് കറക്റ്റായിട്ട് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ ICAR അഥവാ CUT-ലോട്ടുള്ള അഡ്മിഷൻ മൊത്തം എന്ത് ചെയ്യും? ക്യാൻസലാവും. നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കഴിയത്തില്ല. പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളത് വേണമെങ്കിൽ അതിൻ്റെ മോപ്പപ്പ് റൗണ്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? രജിസ്റ്റർ ചെയ്യാം. പക്ഷെ അവിടെ ഈ ഒരു ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കോളേജസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യത്തില്ല, നിങ്ങൾക്ക് കിട്ടിയെന്ന് വരത്തില്ല. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എന്ത് ചെയ്യും? നമ്മൾ കറക്റ്റ് ടൈമിൽ നിങ്ങൾ അറിയിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നതാണ് നമ്മളുടെ റാങ്ക് ലിസ്റ്റ്. ICAR അവരുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ പറ്റും. 4 റൗണ്ട്സ് ആയിട്ടായിരിക്കും ICAR-ൽ കൗൺസിലിംഗ് നടക്കുക. 4 റൗണ്ട്സ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? 5th റൗണ്ടായിട്ട് മോപ്പപ്പ് റൗണ്ട് നടക്കും. അത് കഴിഞ്ഞിട്ട് സ്പോട്ട് റൗണ്ട് നടക്കും. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് അഡ്മിഷൻസ് ലഭിക്കാനുള്ള രീതികൾ എങ്ങനെയാണെന്ന് എന്ത് ചെയ്യാം? ഞാൻ ആ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കോളേജിൽ കയറാം. കോളേജിൽ കയറി കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അവിടുത്തെ സ്കോളർഷിപ്പ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന കാര്യങ്ങളും എന്ത് ചെയ്യും? നമ്മൾ ഹെൽപ്പ് ചെയ്യാം. അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തൊക്കെ അറിയണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാം. ഓൾസോ നമ്മുടെ കൗൺസിലിംഗ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.